ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വിചാരിച്ചു ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന്. മാവൊക്കെ പുളിച്ച് വന്നു, അടിപൊളിയായിട്ട് അതൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത്, ആദ്യം വന്ന സമയത്ത് എനിക്ക് ഇഡ്ഡലിക്കും ഒക്കെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങി വരത്തേയില്ലായിരുന്നു. പിന്നെ ഞാനൊരു വീഡിയോയ്ക്കകത്ത് കണ്ടു, ഇതേപോലെ അരി അരയ്ക്കുമ്പോൾ അരിക്കകത്ത് കുറച്ച് ഉലുവ ഇട്ടാൽ മതി. അപ്പം നേരെ വേണ്ടി വരത്തില്ല, നല്ലതായിട്ട് പുളിച്ച് പൊങ്ങും. അതുമാത്രമല്ല, നമ്മുടെ മൈക്രോ ഓവൻ ഉണ്ടല്ലോ, അതൊന്ന് ചൂടാക്കിയിട്ട് ആ ചൂടോട് കൂടി തന്നെ ഈ പാത്രം മാവ് ഉള്ള പാത്രം കയറ്റി വെച്ച് കഴിഞ്ഞാൽ രാവിലെ വരെ അതിനകത്തിരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് പുളിച്ച് വരും. അത് നല്ല വിൻ്റർ സമയത്ത്. പക്ഷേ സമ്മർ തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല, വെളിയിരുന്നാൽ തന്നെ പൊങ്ങി വരും കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നമ്മുടെ വീടെല്ലാം ഹീറ്റിംഗ് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ അങ്ങനെ ഞാൻ പാത്രം എല്ലാം അടുക്കി പെറുക്കി വെക്കുക കേട്ടോ. ഇന്നലെ രാത്രി പാത്രം എല്ലാം കഴുകി വെച്ചത്, അത് എടുത്ത് വെക്കാനുള്ള മടി കാരണമാണ് ഇങ്ങനെ ആയത്. നോക്കിപ്പം മൂത്ത കുഞ്ഞ് അവൻ ഐസ്ക്രീം കഴിക്കുന്നു. അപ്പോൾ അവൻ്റെ കൂടെ പോയിരുന്നു കുറച്ച് കൊഞ്ചിയിട്ട് വന്നത്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഒരു പന്നി വാങ്ങി ഹാം ഫില്ലറ്റായത്. പക്ഷേ ഇവിടെ കിട്ടുന്ന പന്നിക്കകത്തിൽ ഉപ്പിട്ടിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് ആദ്യം വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ പന്നി ഇറച്ചി പന്നി ഇതുപോലെ വാങ്ങിയിട്ട് അതിൽ ഉപ്പുണ്ടായിരുന്നു, നമുക്കറിയത്തില്ലായിരുന്നു. നമ്മളും സാധാരണ കറി വെക്കുന്ന പോലെ തന്നെ ഉപ്പൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ വഴറ്റി എല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ വായിക്കകത്ത് വെക്കാൻ പറ്റത്തില്ല. അതുപോലെ എടുത്ത് കളയുമായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ ഒരു തുള്ളി പോലും ഉപ്പിട്ടില്ല. അതിന് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും ഇതെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചു. ഇവിടുത്തെ മെയിൻ ഷെഫ് ഇതൊക്കെ ചെയ്തത് കേട്ടോ, എൻ്റെ കെട്ടിയവൻ. എന്ന പുള്ളിക്കാരൻ്റെ പാചകമായിരുന്നു. നല്ലൊരു കുക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടെ വഴറ്റിയെടുത്തു. നന്നായിട്ട് വഴറ്റി മുരിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിനകത്തിപ്പോൾ മസാലപ്പൊടികളൊക്കെ ഇടണം. മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മീറ്റ് മസാല, കുരുമുളക് പൊടി പിന്നെ ഇടത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ അതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയിട്ട് വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിനകത്തിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന പന്നി എടുത്ത് നമ്മളിടുക. പന്നി ഇട്ടിട്ട് അതും കൂടെ കൂട്ടത്തിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നല്ലതായിട്ട് മിക്സ് ചെയ്യണം. അതിൽ ഓരോരോ പീസിലും മസാല നന്നായിട്ട് പുരളണം. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പം നന്നായിട്ട് വേവിക്കുക. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയിലയും ഉള്ളി, സവാളയൊക്കെ ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട്, അത് കഴിക്കുമ്പോൾ ഒരു രസത്തിന് വേണ്ടി ഇടുന്ന കേട്ടോ. അതെ, തളതളാന്ന് തിളച്ച് വരുന്ന പന്നിക്കുട്ടൻ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നു. നന്നായിട്ട് അതിനെ ഇതാക്കിയെടുക്കണം, വറ്റിച്ചെടുക്കണം. വറ്റിച്ച് ഇവിടെ എല്ലാവർക്കും ഒരുപാടിങ്ങനെ ചാറുള്ള സംഭവം ഇഷ്ടമല്ല, കറിയായിട്ട് കിടക്കുന്ന ഇഷ്ടമല്ല. എല്ലാവർക്കും ഇങ്ങനെ ഗ്രേവി ആയിട്ട്, ഇങ്ങനെ തിക്കായിട്ടുള്ള സംഭവമാണ് ഇഷ്ടം. ഒരു ഇതാണ് എൻ്റെ കെട്ടിയവൻ. ആദ്യമായിട്ടാണ് വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നത്. പുള്ളിക്കാരന് ഭയങ്കര മടിയാണ് ക്യാമറയുടെ മുന്നിൽ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ആദ്യം ഇതൊക്കെ അനുവാദം ചോദിച്ചിട്ടാണ് വീഡിയോയ്ക്കകത്ത് ഇടാൻ വേണ്ടിയിട്ട് എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. ഓക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ എടുത്തത് കേട്ടോ. അത് ചേച്ചീനൊക്കെ ഇരിക്കുന്നുണ്ടോ. ആദ്യം എടുത്തപ്പോൾ എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ആദ്യത്തെ ക്ലിപ്പ്. എന്നിട്ട് പറഞ്ഞ് ചിരിച്ചില്ലെന്ന്. എന്നിട്ട് വീണ്ടും ചിരിച്ചെടുപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ കണ്ടോ, ഇതിൻ്റെ ആ ക്യാമറയുടെ വൈവിധ്യം സംഭവം അത് കാണിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും അതൊക്കെ സെറ്റായി. അതിലേക്ക് കുറച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ സവാള അരിഞ്ഞ് വെച്ചിട്ട് ഇങ്ങനെ വിതറി ഇടണം. ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഓപ്ഷനല്ല, വെറുതെ രസത്തിന് വേണ്ടി ഇടുന്നത്. ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ പിന്നെ മല്ലിയില അരിഞ്ഞതും കൂടെ അതിന് മേലെ ഇടുക. നമ്മൾ ഈ കടയിലൊക്കെ കിട്ടുമ്പോൾ ബീഫ് ഫ്രൈ കിട്ടുമ്പോൾ അതിൻ്റെ മേലെ ഈ സവാള കിട്ടുമ്പം അതും ആ പീസും കൂടെ എടുത്ത് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് അല്ലേ. അതേപോലെ ഒരു നൊക്ലാക്ചിയ എന്ന് പറയുന്ന പോലെ ഇവിടെ ഒന്നും കിട്ടില്ലല്ലോ. നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ ഉണ്ടാക്കി കഴിക്കണ്ടേ. അപ്പോൾ ഉണ്ടാക്കി കഴിക്കുമ്പം കുറച്ച് ഗ്രാൻഡായിട്ട്, കുറച്ച് റിച്ചായിട്ടൊക്കെ ഉണ്ടാക്കിയും കഴിക്കും. എപ്പോഴും ഉണ്ടാക്കുന്നില്ല, സമയം കിട്ടുമ്പോഴേ നമ്മളിതൊക്കെ ചെയ്യത്തുള്ളൂ. അങ്ങനത്തെ
അതെല്ലാം കൂടെ ഒക്കെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ കണ്ടാൽ നല്ല രസമല്ല കാണുന്ന പോലെ നല്ല ടേസ്റ്റാണ്. ഇതുണ്ട്, വീണ്ടും എൻ്റെ ക്യാമറ വൈദ്യം കാണിച്ചതാണ്. ചുമ്മാ പുള്ളിയുടെ കയ്യിൽ ടാറ്റു കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ടൊന്ന് വെച്ച് ചേട്ടാന്ന് പറഞ്ഞാൽ ഒന്ന് വെച്ച്. അപ്പം ഞാൻ അതുകൂടി ചേർത്ത് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. എങ്ങനെയുണ്ട് കുളവയല്ലേ. അപ്പം അങ്ങനെ അത് സെറ്റായി. ഞാൻ പറഞ്ഞ പോലെ ഇന്ന് പൊറോട്ടയായിരുന്നു. ഇവിടെ ഫ്രോസൺ പൊറോട്ടയാണ് കിട്ടുന്നത്. ഇവിടെ സാധനങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലൊന്നും ലൈവായിട്ട് കിട്ടത്തില്ല. നമ്മളെല്ലാം ഫ്രോസൺ സാധനങ്ങളാണ് ഭൂരിഭാഗവും. 90% എന്ന് പറയാം നമ്മുടെ നാടൻ സാധനങ്ങൾ. 90-80%, ബാക്കി 20% നമുക്ക് കടയിൽ നിന്ന് വാങ്ങാം. പക്ഷേ അതിനൊക്കെ ഭയങ്കര വിലയാണ്. നമ്മുടെ മലയാളി സ്റ്റോറിൽ നിന്നൊക്കെ നല്ല വിലയാണ് സാധനങ്ങൾക്ക്. അത് കാരണം കൂടുതലും നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് ഇതേപോലത്തെ ഫ്രോസൺ ഐറ്റംസാണ്. പക്ഷേ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ, നല്ലതാണ്. നമ്മളിതൊക്കെ ഇതുപോലെ കലയിലിട്ട് ചുട്ടെടുത്ത് നല്ലപോലെ പൊറോട്ട അടിക്കുന്ന പോലെ അടിച്ചൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പൊറോട്ടയുടെ പോലെ തന്നെയൊക്കെ ടേസ്റ്റ് ഏകദേശം വരും. പക്ഷേ അത്ര സോഫ്റ്റൊന്നും വരത്തില്ല. എന്തായാലും എന്താ ലൈവായിട്ട് കിട്ടുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതും പന്നിക്കുട്ടനെയും കാപ്പിയൊക്കെ കൂട്ടി എന്നായിരുന്നു അന്നത്തെ ലഞ്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി പൂക്കളുടെയൊക്കെ വെറുതെ ഒരു വീഡിയോ എടുത്തത്. സമ്മർ തുടങ്ങിയേ, അപ്പോൾ അതിൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ വിരിയാൻ തുടങ്ങി വരുന്ന സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്ത. അപ്പോൾ അന്നത്തേക്ക് ഡിന്നറിന് ഇതുപോലെ ഫ്രൈസും വീട്ടിൽ കുഞ്ഞിന് ഇതുപോലെ മൂത്തവന് ഇതുപോലെ ബർഗർ വേണം, ഭയങ്കര ഇഷ്ടമാണ്. അതാണെങ്കിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു ഉണ്ടാക്കി കൊടുത്തേക്കാന്ന് വിചാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് കുറച്ച് റാപ്പുകൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രൈസും അതെല്ലാം കൂടെ നമ്മുടെ എന്താ പറയുന്നത് എയർ ഫ്രയർ വെച്ചെല്ലാം ആക്കി അതിനകത്ത് കുറച്ച് സോസും കുറച്ച് മയണൈസും എല്ലാം കൂടെ തേച്ച് അവന് കൊടുത്തു. ബർഗർ പ്ലേറ്റ് കിട്ടും, അപ്പോൾ അതെല്ലാം കൂടെ ചെയ്ത് വെച്ച് കൊടുത്തു. ഇത് ഞങ്ങൾ വെറുതെ റാപ്പ് ഉണ്ടാക്കി ലെറ്റ്യൂസ് ലീവ്സും അത് ഇതും എല്ലാം കൂടെ വെച്ച്. അവന് പിന്നെ ആ ഇലയും ചീസും ഒന്നും ഇഷ്ടമില്ല. ഇത് അവനുള്ള സംഭവം കേട്ടോ. കുറച്ച് സോസ് സൈഡ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പിടണം. മറ്റേ നമ്മുടെ ഇതിനകത്തിൽ എന്താ പറയുന്നത് നമ്മുടെ ഫ്രൈസിനകത്തിൽ ആ ഉപ്പ് കൂട്ടിയാണ് പുള്ളിക്കാരൻ കഴിക്കുന്നത്. ഉപ്പ് ഭയങ്കര ഇഷ്ടമാണ്. കൊടുത്തപ്പോൾ അതിൻ്റെ മുഖത്തെ ആ ഒരു സന്തോഷം കണ്ടു. അപ്പോൾ അതായിരുന്നു ഡിന്നറൊക്കെ കഴിച്ചു. ഞങ്ങൾ പിന്നെ കിടന്നു ഉറങ്ങി. അന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബായ്.